ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടെപ്പോഴും ഒരു സമയത്ത്. കുന്തം വിഴുങ്ങി ഒരു ഐഡിയ പറയണം. ഒരു 2 മിനിറ്റ് ആടാ ആലോചിക്കട്ടെ. എനിക്ക് ആലോചിക്കാനൊന്നും നേരമില്ല, ഞാൻ പോലീസിനെ വിളിക്കാൻ പോകും. ഇതിന് കഥ തുറക്കണ്ട, പോലീസാണെങ്കിലോ? ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് ഒരുത്തിന് ഇരിക്കുന്ന കണ്ടില്ലേ? പോലീസാണ് കാര്യത്തിന് തീരുമാനമായി. പെട്ടി എടുത്ത് മാറ്റാ, പെട്ടി മാറ്റാൻ. First of all, I would like to congratulate all of you on getting your student visa approval to Edmonton. So, congratulations, very good. കാനഡയിൽ എഡ്മിൻറ്റണിലാണ് നിങ്ങൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഏജൻസി നിങ്ങൾക്ക് സ്പെഷ്യൽ യൂണിവേഴ്സിറ്റി ട്യൂട്ടേഴ്സിനെ അറേഞ്ച് ചെയ്യും. സ്വിമ്മിംഗ് പൂൾ, ജിം, സ്പാ. യു ക്യാൻ അവെയിൽ ഓൾ ദ ഫെസിലിറ്റീസ്. ഇത് ഞങ്ങളുടെ മാത്രം കഥയാണ്, ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള നവരസങ്ങളുടെ കഥ. ചിലപ്പോൾ നിങ്ങളും ഈ നവരസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഇത് ചാക്കോ, സ്ഥലത്തെ പ്രധാന കോഴിയാണ്. ഇത് ഞാൻ, ജെയ്മി. ഞാൻ ആരാണെന്നുള്ളത് വഴിയേ മനസ്സിലാവും. ഇത് പ്രേം. നമ്മുടെ ബിജുക്കുട്ടൻ പറയണ പോലെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് വൈറസ്, സോറി സച്ചി, കൂട്ടത്തിലാകെയുള്ളൊരു ബുദ്ധിജീവി എന്നാണ് വെപ്പ്. ഇത് സെലിൻ, ഒരു വലിയ മോഡലാവണമെന്നാണ് ഇവളുടെ ആഗ്രഹം. എന്താ എടാ, ആദ്യം വല്ലതും കുടിക്കേ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്നല്ലേ? എനിക്കില്ലേ? പിന്നെ നിനക്കുണ്ട്. എല്ലാവർക്കും ഇവിടെയാണ് നിങ്ങൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേ, ഇവിടെ അതൊന്നല്ല, ഇവിടെ 3 റൂമുണ്ട്. ഈ 3 റൂമിൽ ഒരെണ്ണം നിങ്ങൾ 2 പേരും അഡ്ജസ്റ്റ് ചെയ്തോണം. ഒരെണ്ണം എനിക്ക് റൂം വേണേ. സെലിൻ, ഇവിടെ ശ്രദ്ധിക്കേ, അടുത്ത ആഴ്ച ഒരു ബാച്ച് കൂടെ വരുന്നുണ്ട്. ഇവിടെ ഒക്കത്തില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇത് സണ്ണിച്ചായൻ എന്ന് പറഞ്ഞ ആളെ വീടാ. അദ്ദേഹം ഫോർട്ട് മെക്മറിയിലാണ്. ഫോർട്ട് മെക്മറി. പുള്ളിക്കാരൻ വീക്കെൻഡിൽ ഇവിടെ വരൂ. പുള്ളി എന്നാ പണി? ഓ, അവിടെ ഓയിൽ ഫീൽഡിലാ. നീ കൊച്ചിർക്കനല്ലേ, അതുകൊണ്ട് അവൻ്റെ കിടന്നാ മതി. സിംഗിൾ റൂം ഞാൻ ഉപയോഗിച്ചോളാം. താൻ പോയി കിടന്നാ മതി അയാളുടെ കൂടെ. എനിക്ക് സിംഗിൾ റൂം വേണം. എനിക്ക് എന്തായാലും നിങ്ങൾ റൂം പോയി റൂം നോക്കാദ്യം. ദുബായിലുണ്ടായിരുന്നു, ലണ്ടനിലോ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിടയ്ക്ക് ബിസിനസ് സംബന്ധമായിട്ട് ദുബായിൽ ലണ്ടനിലൊക്കെ പോവാറുണ്ട്, പലരെയും കാണാറുണ്ട്. ഈ ദുബായിൽ എന്ത് ബിസിനസ്സാ? മസാജ് തെറാപ്പി. തിരുമൽ എന്നൊക്കെ നിങ്ങളെ പോലെ ലോ ക്ലാസ്. നമ്മുടെ നാട്ടിൽ ഇതിന്റെ തിരുമൽ നിങ്ങളെങ്ങനെ വിളിച്ചോ? പിന്നെ ഇവിടുത്തെ ഏജന്റ് ആണോ? ഞാൻ ഏജന്റ് ഒന്നുമല്ല, പിന്നെ നിങ്ങളെ പോലെ പഠിക്കാൻ വന്നത്. അപ്പൊ പിന്നെ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു? മാഡം വിളിച്ചു പറഞ്ഞു റൂമൊക്കെ അറേഞ്ച് ചെയ്യാൻ. ഞാൻ റൂമൊക്കെ അറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ സ്റ്റുഡന്റ് വിസ വന്നതാണിപ്പം ഏജൻസിക്കാരുടെ വലിയ ഗുണാണ്ടറായി അല്ലേ? അങ്ങനെയും പറയാം. പാല് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ്, അല്ലറച്ചുള്ള സാധനങ്ങളെല്ലാം ഇതാ കിച്ചണിലുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത് ഉണ്ടാക്കുക, കഴിക്കുക. സലീം, ഇത് കഴിച്ചോളൂ. ഇവന്മാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ 911 വിളിച്ചാൽ മതി, അപ്പൊ തന്നെ പോലീസ് വരും. പിന്നെ എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ, എന്തൊക്കെയുണ്ട് വാട്സപ്പ് ചെയ്താൽ. അപ്പൊ ശരി എന്നാ, ശരി, കാണാം നാളെ. ഇന്നും കഴിച്ചല്ലോ അവൻ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും മോഞ്ചി. ഈ പൊട്ടിന് എപ്പ അടുക്കളയിൽ കയറിയാലും ഇതാ അവസ്ഥ. പുകച്ച് പുറത്തി അടിക്കുന്ന. വന്നിട്ട് 10 ദിവസമായി. പ്രേമേ,
ജോലിയായിട്ടുള്ള ഒരു കോപ്പും ആയിട്ടില്ല. ജോലി കുന്തം. കാനഡയ്ക്ക് വരാൻ വേണ്ടി എയിൽസ് പഠിക്കണം എന്ന് പറഞ്ഞ് ഒടുക്കത്തെ കാശും കൊടുത്തു. റീഡിങ് റൈറ്റിങ് തേങ്ങാക്കൊല്ല. എടാ ഉമ്മാനൊക്കെ എങ്ങനെ വരുന്നടാ ഇങ്ങോട്ട്? എന്താടാ ജോലി കിട്ടിയാ? ജോലിയോ? പാരലൽ തിയറി മാൻ. യു വാണ്ട് ടു സീ? അവന്റെ ഒരു പാര. സ്റ്റുപ്പിഡ് ഗൈസ്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? വിളിക്കാൻ സമയം. ഇവനെയൊക്കെ ശരിക്കും തീർക്കേണ്ടതാ. എന്താ നിനക്കേ സയൻസ് യൂണിവേഴ്സ് ഒക്കെ താല്പര്യം, ഇപ്പൊ നീ എന്ത് കോപ്പിനാടാ നേഴ്സിങ്ങിന് പോയത്? നിനക്ക് നഴ്സാക്കി പിന്നെ എനിക്ക് ആയിക്കും. ആരാ രാവിലെ അലാം ഓഫ് ചെയ്യാഞ്ഞേ? എന്റെ സെലിനെ, അത് അലാമല്ല, ഫയർ അലാമായിരുന്നു. എന്തൊരു ഉറക്കം അത്. ഹലോ, ആ പുറത്തു വന്നോ? ഞാൻ വരുന്നു. ആരടാ? ഡാ നമ്മുടെ ചാക്കോയുടെ ഒരു ഫ്രണ്ടാണേ, പുള്ളി ജോലി വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞു. ആണോ? ഒരു മലയാളി ചേട്ടൻ. എടാ എന്റെ കാര്യം കൊണ്ടൊന്ന് പറയണേ. തീർച്ചയായിട്ടും. ഓക്കെടാ. ഡിസലിനെ പോയി കാപ്പി. പോടാ, നിന്റെ കെട്ടുള്ളു പോയി ചോദിക്കും. പ്ലീസ്. അതെ, എല്ലാം നല്ല എനർജറ്റിക് പിള്ളേരാ, കയ്യോടെ പിടിച്ച ബിസിനസ്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 4 രൂപ കമ്പനി ഇവിടെയാണ് അക്കോമഡേഷൻ അറിഞ്ഞിരിക്കുന്നത്. എൻ്റെ ഏട്ടാ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് നമുക്ക് കാശ് വാങ്ങിച്ചല്ലാതെ കമ്പനി ചെയ്ത് തന്നിട്ടില്ല. ഇത് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത അക്കോമഡേഷനാണ്. ചേട്ടായി, നമുക്ക് നായർ സഭ പറഞ്ഞിട്ട് കമ്പനിക്കെതിരെ കേസ് കൊടുത്താലോ? ആലോചിക്കാം. അല്ലെങ്കിൽ വേണ്ട, ചേട്ടായുടെ കയ്യിൽ കിട്ടിയൊരു ഐഡിയ ഉണ്ട്, പക്ഷെ കുറച്ച് പണിയെടുക്കേണ്ടി വരും. ചേട്ടായി ഇങ്ങനെ കാണാൻ പോലൊന്നുമല്ല, വലിയ പുള്ളിയാ, നാട്ടിലിവിടെയൊക്കെ ഇഷ്ടം പോലെ ബിസിനസ് ഉള്ള ആളാ. അതാണ്. നിങ്ങളുടെയൊക്കെ വീട് എവിടെയാണ്? ഞാൻ ഡൽഹി നേഴ്സായിരുന്നു, നാട് കോതമംഗലം. കോതമംഗലംകാർക്ക് ഇവിടെ അസോസിയേഷൻ ഒക്കെ ഉണ്ടേ, ഒത്തിരി ആളുകളുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. കോതമംഗലക്കാർക്ക് കാനഡയിൽ അസോസിയേഷൻ? കോതമംഗല നാട്ടിലെ പഞ്ചായത്തിൽ ഇച്ചിരി അസോസിയേഷൻ ഉണ്ട്. അത് കാരണം ഓണം ക്രിസ്മസ് ഒക്കെ 5 കാണും. ആ സമയമാവോ നല്ല ഫുഡിക്കാ. കോഫി. ഫസ്റ്റ് ഞാൻ സാറേ കാപ്പി കുടിക്കും. പേരെന്താ? സെലൻ. നൈസ് നെയിം. എന്റെ പരിസ്ഥിതി ബോഞ്ചി ഉണ്ടാ? ബോഞ്ചിയോ? അങ്ങനെ അവിടെ ഇല്ല. ചാക്കോട് വീട്ടിൽ കാണാം. ബോഞ്ചിന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം. ഈ കാഫി മൊത്തം കഫീനാന്നേ. ചേട്ടായി നല്ല ഹെൽപ്പ് മെന്റാറ്റിയുള്ള ആളാ. ഈ എഡ്മണ്ടനിൽ തന്നെ എത്ര ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചോട്ടെന്ന് അറിയാവാ? അല്ല പിള്ളേർ അറിയട്ടെ, നിങ്ങൾ പറ, അവര് മനസ്സിലാക്കട്ടെ. നമ്മുടെ മറ്റേ ആ സംഭവം എന്ന് പറഞ്ഞോളൂ പിള്ളേർക്ക്. നിങ്ങള് വേറൊരാളോട് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതവന് സ്കൈപ്പിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഒരു പേപ്പർ തരുമോ? ഇത് മതിയോ? മതി. ഹാവ് യു സീൻ വാൾമാർട്ട്? യെസ്. അവരവിടെ വിൽക്കുന്നതൊന്നും അവരുടെ സാധനങ്ങളല്ല. അവർ മറ്റുള്ളവരുടെ സാധനങ്ങൾ വാങ്ങി വിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനി അതുപോലെയാണ്. വി ഡസന്റ് ബിലീവ് ഇൻ അഡ്വർടൈസ്മെന്റ്, വി ബിലീവ് ഇൻ ക്വാളിറ്റി. സി, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ വി ആർ ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് വി ഗെറ്റ് പേ ഫോർ ദാറ്റ്. ജെമി, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാനഡയിൽ വന്നിട്ട് ക്യാഷ് ഉണ്ടാക്കണില്ല, ജോലി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. We should take risk, man. We should do some business. Exactly. See, എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയ ചെക്കാണ് $8,000. Can you believe that? പിന്നെ കോപ്പാണ് മമ്മി എന്ത് തേങ്ങ പറഞ്ഞു. നടപടിയുള്ള കേസൊന്നും അല്ല. ഓ പിന്നെ അവൻ സ്കൈപ്പിൽ ആരോട് സംസാരിച്ചോണ്ടിരിക്കുക. സാർ എക്സ്പ്ലെയിൻ ചെയ്യും സാർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ഉടായിപ്പാമാ നാട്ടിൽ ഉങ്കി കൊടുത്ത് കള്ളും കുടിച്ച് നടന്നവന്മാരൊക്കെ ഇവിടെ വന്നാ കോട്ടു സൂട്ടേ ഇടൂ. എടാ ഒന്ന് മിണ്ടാതിരിക്കടാ. നിങ്ങൾക്കറിയാവുന്ന 4 പേരെ എനിക്ക് പരിചയപ്പെടുത്തി തരണം. നിങ്ങൾക്കറിയാവുന്ന 4 പേരെ പരിചയപ്പെടുത്തി തന്ന് $1,500 ഫസ്റ്റ് രജിസ്ട്രേഷനായിട്ട് പേ ചെയ്യണം. 1 മാസം കഴിയുമ്പം $1,000 തിരിച്ചു കിട്ടും. അല്ല, എന്നാ പിന്നെ ആദ്യം തന്നെ 500 തന്നാ പോരെ? അത് കറക്റ്റ് ആണല്ലോ. നിങ്ങളെ പോലെയുള്ളവരാണ് ഈ കമ്പനിക്ക് ആവശ്യം. ശരി, അപ്പൊ ശരി, എനിക്ക് കുറച്ച് തിരക്കണ്ടേ. നിങ്ങൾ 4 പേരെ കണ്ടുപിടിച്ചിട്ടൊക്കെ എന്നെ ഒന്ന് വിളിക്കും. സാറേ, ഞങ്ങൾ എന്നാൽ ആൾക്കാരെ കണ്ടുപിടിച്ച് സാറിനെ വിളിക്കാം. അതൊരു ബിസിനസ്സുകാരൻ വന്നാടാ. നമ്മുടെ ജോലിയുടെ കാര്യമൊക്കെ ശരിയാക്കി തരാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ യൂണിവേഴ്സൽ തിയറി അല്ലേ ഇത്? പട്ടികള്. പഴശ്ശിയുടെ യുദ്ധം ഇന്ന് കമ്പനി കാണാൻ കിടക്കുന്നുള്ളൂ. രാവിലെ തുടങ്ങിയോ? കളിക്കടാ. ആടാ എനിക്ക് വിട്ടേ. നമ്മള് കളി തുടങ്ങി ഇവിടെ. അത് കുഴപ്പമില്ല, ഇപ്പൊ തുടങ്ങിയല്ലോ. ഇത്രേ ഉള്ളൂ. ഒന്ന് കളി തുടങ്ങിയതാ, വീണ്ടും കൂട്ടണ്ട. ഞാനേ അടുത്ത ആഴ്ച വെതർ നോക്കിയപ്പോ നല്ല ചൂടാന്നാ കാണിച്ചത്. അതുകൊണ്ട് അപ്പൊ കിജിജിയിൽ ഓഫറിൽ ഒരു യൂസ്ഡ് ഫാൻ വന്നിട്ടുണ്ട്. $25. അപ്പൊ ഞാനിങ്ങ് മേടിച്ചോണ്ട് ഇതേ നോക്കി $25. ഒരാളെ $6.25 വെച്ചിട്ടാ മതി. 6.25. അത് നമുക്കിടാം. തന്നാ കുഴപ്പമില്ല. എടാ ചേട്ട് പ്രേമ, നിനക്കൊക്കെ അല്ലേ? നല്ലതാണ്. എത്ര ഡാഡി? ഇതൊക്കെ കൊള്ളാവുന്നൊക്കെയാണോ?
എടാ ഇത് നിങ്ങൾ എടുത്തോണ്ട് വന്നാ? ഇവൻ മേടിച്ചോണ്ട് വന്നാ? ഒച്ചപ്പാടും ബഹളായിട്ട് ഞാൻ ആ ഗാർബേജിനോടെ കൊണ്ട് കളഞ്ഞ സാധനം. ഇത് എവിടുന്ന് വാങ്ങിച്ചെന്നാ മാൻ പറഞ്ഞു? നമ്മുടെ ഗാർബേജിന്റെ അവിടെ ചൂടൊക്കെയല്ലേ? ചൂടല്ലേ? ചൂടല്ലേ? എന്തോ ദേ വരുന്നു. പിടിക്കടാ അവനെ. താദിനം താനാന തിന്തയ്യ തക താദിനം താനാന തിന്തയ്യ താദിനം താനാന തിന്തയ്യ തക താദിനം താനാന തിന്തയ്യ കറുകറുത്തൊരു കത്യാനി കള്ളും കുട്ടിക്കെണ്ണ കാന്താരി കുരിരിൽ കൂടുന്ന നേരത്ത് കൂരവിട്ടെങ്ങോട്ടു പോണു നീ താദിനം താനാന തിന്തയ്യ തക താദിനം താനാന തിന്തയ്യ സാറിലടാ എണീറ്റു. സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയി. തക താദിനം താനാന തിന്തയ്യ. ആ ഗ്രാവിറ്റിയാ എൻ്റെ കാലത്തെണ്ണിട്ടവൾ പോകുമ്പോൾ കാരണന്മാരെല്ലാം കൂടുമേ കാലന് പോലുമേ കാമമായി കാതരയാണ് അവൾ കാമിനി കാർമുകിൽ മാറുന്നു മാനത്ത് കാറ്റം നടിച്ചൊരാ നേരത്ത് കർക്കുന്തൽ വസന ഏറുന്നേ കട കണ്ണുകൊണ്ടെന്നെ നോക്കുന്നേ താദിനം താനാന തിന്തയ്യ തക താദിനം താനാന തിന്തയ്യ താദിനം താനാന തിന്തയ്യ തക താദിനം താനാന തിന്തയ്യ. താദിനം താനാന തിന്തയ്യ തക താദിനം താനാന തിന്തയ്യ താദിനം താനാന തിന്തയ്യ തക താദിനം താനാന തിന്തയ്യ താദിനം താനാന തിന്തയ്യ തക താദിനം. നാട്ടിലെവിടെയാ? കോഴിക്കോട്. ഇവിടെ എങ്ങനെ PR-ലാണോ? അല്ല, സ്റ്റുഡൻ്റ്. ഇവിടെ മാക്രിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. ആക്രിയോ? ആ മാക്രി മലയാളി അസോസിയേഷൻ ആയിട്ടുണ്ടല്ലോ, കേട്ടിട്ടില്ല? ഇല്ല കേട്ടിട്ട്. ജോലിയായോ? ഇല്ല, ക്യാഷ് ജോബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാനായിട്ട്. ക്യാഷ് ജോബ് അല്ലേ? നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മെമ്പേഴ്സിന് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാഷ് ജോബിനെ പറ്റി. പുതുതായിട്ട് വരുന്നവർക്ക് ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. $50 അതിൻ്റെ ഫീസ്. എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. വേറെയും കുറേ സ്റ്റുഡൻസ് ഉണ്ട്. പറയാൻ ഞാൻ. വാടാ ഇരിക്കടാ. ഇത് കൊള്ളാലോടെ, നല്ല റെസ്റ്റോറൻ്റ് ആണല്ലോ. ഇവിടെ ഹാരി നമ്മൾ ചോദിച്ചാലോ? ചോദിച്ചു നോക്കാം. ഏതായാലും ഇയാളോട് ചോദിച്ചു. എന്തേലും ഒരു പണി കിട്ടിയാലോ? വാട്ട്സ് ദീസ്? Egg bullshit? No, egg burji. Or how about some kappa? Yes, yeah. Yeah? Kappa Okay. is okay. Kappa Then is good. we'll have one plate of kappa. We'll share a fresh piece. Yeah, we'll share. Good. ചായ പോലെ. ചായ പറയാലോ ചേട്ടാ? 3 ചായ. അതിൽ ഒരെണ്ണം സ്ട്രോങ്. Strong. Okay. ചോദിക്കടാ. ആ പിന്നെ ചേട്ടാ, എന്നാ പറഞ്ഞേ? ഇവിടെ ഹയറിംഗ് ഉണ്ടോ ഇപ്പം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ. ചോദിക്കണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. ചോദിക്കണ്ട. ഇത് എവിടുന്ന് വന്നവരെ? ഏത്? അതോ? മലയാളി മല്ലൂസാണ്. അതേതോ സ്റ്റുഡന്റ് മലയാളി പിള്ളേരാ. കുറെ ഏജൻസിക്കാർ കൊണ്ടുവന്ന് തള്ളുന്നതാ. വെറുതെ മലയാളികളുടെ വില കളയാൻ. ഇത് പ്രശ്നമാണ്. സ്റ്റുഡന്റ് വിസയിൽ തന്നെ ഞാൻ വന്നത്. ഞങ്ങൾ 3 പേര് വേറെയുണ്ട്. അല്ലാതെ നിന്നെ ഒന്നും ഇങ്ങോട്ട് മുളപ്പിച്ചിട്ടൊന്നുമല്ലല്ലോ. നീ സ്റ്റുഡന്റ് വിസയിലും വർക്ക് പെർമിറ്റിലൊക്കെ വന്നിട്ടില്ല ഇപ്പൊ ഇവിടെ കിടന്ന് ആളെ അയക്കുന്നേ. ഇപ്പൊ ന്യൂ കമേഴ്സിനെ കാണുമ്പോ നിനക്കൊരു നീ ഒറ്റ ഒരുത്തും പുച്ഛിച്ചോണ്ടല്ലോ. വാടാ. അവൻ വന്നിരുന്നു തുടങ്ങിയിട്ട് അവൻ്റെ ചെറുച്ചിലങ്ങ് മാറി കിട്ടി. ഇവിടെ വീട് വൃത്തിയാക്കാൻ ഒരുത്തിനും പറ്റത്തില്ല. എല്ലാത്തിനും ഒടുക്കത്തെ വേർപ്പിന്റെ സുഖ. നീ എന്നാ കണ്ടോണ്ടിരിക്കുന്നേ? പൊട്ടാ, നീ എന്നായി കാണണേ? എന്താടാ? ഡിങ്കോൾഫി വല്ലോ ആണോ? അപ്പോടാ അവിടുന്ന്. ഇതൊരു സ്പേസ് ഡോക്യുമെന്ററിയാ. സ്പേസ് ഡോക്യുമെന്ററി പിന്നെ കാണാം. നമുക്കിപ്പം ജോലി തപ്പാം.
ആ ജോലി ഞാൻ നോക്കുന്നുണ്ട്. അത് പിന്നീട് അപ്ലൈ ചെയ്യാനല്ല. അത് ഞാൻ ഇവിടെ ജോലി കിട്ടിയാലേ വല്ലതും വായിലോട്ട് പോകത്തുള്ളൂ. ഡോക്യുമെന്ററി സ്വാതന്ത്ര്യം. നീ അധികം വന്നേ. വിളിച്ചിട്ട് എടാ, നീ അധികം വന്ന് ജോലി വല്ലതും അപ്ലൈ തിരിച്ചു ചെയ്തിട്ടുണ്ടോ? വിളിക്കാവേ. തിരിച്ചു ഒന്നും മിണ്ടാതിരടാ കോപ്പേ. ഒരു കാര്യം ഇയാള് പോടോ. സംസാരിച്ചു. ആരടാ അത്? ആ ഇത് നമ്മുടെ അയർലൻഡിലുള്ള ഒരു ഫ്രണ്ടിന്റെ കസിൻ ഇവിടെ ഉണ്ട്. അച്ചായെന്ന് വിളിക്കാം എല്ലാവരും. പുള്ളിക്ക് ഇവിടെ കുറെ ബിസിനസ് ഒക്കെ ഉണ്ട്. ചിലപ്പോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പുള്ളി ആണോ? ഒരു ജോലി മേടിച്ചു തരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ വിളിച്ചതെന്താന്ന് വെച്ചാൽ നാളെ 10 മണിയാകുമ്പോൾ സാൻസ് ഹോട്ടലിൽ ചെല്ലും. സാൻസൻ. അത് തന്നെ. അപ്പൊ ജോലിയാണ് നിങ്ങളുടെ പ്രശ്നം. അത് ശരിയാക്കാം നമുക്ക്. ഈ ഹോട്ടൽ സാൻസ് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ചെറിയ ചെറിയ ജോലികളൊക്കെ നമുക്ക് നോക്കാം. ഡിഷ് വാഷിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ നമുക്ക് ചേട്ടാ ഞാൻ ഡിഷ് വാഷ്. ഡിഷ് വാഷ് ചെയ്യാം. ഗുഡ്. താങ്ക് യു. ഓക്കെ, ഓൾ റൈറ്റ്. എല്ലാം റെഡി അല്ലേ? നമുക്കെന്നാ വല്ലതും കഴിച്ചാലോ? കഴിച്ചിട്ട് പോ. അതെ. രാവിലെ എന്തുവാ കഴിക്കാൻ? വളരെ സ്വാദിഷ്ടമായ ബ്രെഡും ജാമും. ഇന്നും ഉം. നീ എന്തുവാ കാണുന്നേ? എടാ, ഞാൻ മെട്രിക്സ് മൂവി നീ കണ്ടാണോ അത്? പിന്നെ 2 പ്രാവശ്യം കണ്ടത്. എടാ, എനിക്കിത് കണ്ടിട്ട് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിനക്ക് കുറച്ച് ബുദ്ധി വേണം. ഞാൻ പറഞ്ഞുതരാം. പറ. ഫോർ എക്സാമ്പിൾ, ആ ഇതെന്താ സംഭവം? ഇത് ഫോണല്ലേ? ഫോണാണല്ലോ. ഇത് ഫോണാണെന്ന് നിനക്ക് എങ്ങനെ അത് മനസ്സിലായി? കണ്ടറിയില്ലേ? അതായത് നമ്മൾ ഈ ഫോണിൽ തൊടുമ്പോൾ നെർവ് ഇമ്പൾസസ് നമ്മുടെ കണ്ണിലൂടെയും കയ്യിലൂടെയും ഒക്കെ വന്ന് ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിൻ നിന്നോട് പറയുക ഇത് ഫോണാണ്. അങ്ങനെയല്ലേ നിനക്ക് ഫോണാന്ന് മനസ്സിലായേ? അപ്പോൾ ഈ ബ്രെയിൻ ഇതൊരു തേങ്ങയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടി. $13 കൊടുത്ത് ഫോൺ വാങ്ങിച്ചിട്ട് ഇപ്പം തേങ്ങയാണ്. നീ അല്ലാതെ അവനോട് ചോദിക്കും. പറ്റിപ്പോയി. നീ പോടാ. ഈ തേങ്ങയും മെട്രിക്സും തമ്മിൽ എന്താ ബന്ധം? എടാ, അതായത് എല്ലാം ഒരു തോന്നലാണ്. തോന്നല്. അതെ. കലക്കിടാ. ഇതൊക്കെ തീർന്നു ഉത്തരവട്ടെന്ന്. തീറ്റിപ്പണ്ടാരങ്ങൾ. മലയാളിയാണോ? ആ, ധ്വനിയൊക്കെ വായിക്കുന്നുണ്ട്. മലയാളിയാ. സർ, കഴിക്കാൻ എന്താ? What do you mean? ഓ, can I take your order? Yeah, 1 cup of black coffee. Okay. Do you need some kadi? What's that? You know me. The parambari, vada, snacks. Parambari, bonda. No. Only Thank coffee. I'll bring it. ഇത് പഴം കൂടെ കൊത്തി കയറ്റായിരുന്നു. എടാ ചാക്കോ, ആ വാട്സാപ്പ്. അങ്ങനെ പോകുന്നു മോനെ. ഇവിടെയാണോ നീ താമസിക്കുന്നത്? അതെന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വാ ഇരിക്കടാ. പിന്നെ എന്തുകൊണ്ട്? നമ്മുടെ അച്ചായൻ വൈറസിന് മേടിച്ചു കൊടുത്ത ജോലി ഇടിവിട്ട് ജോലി എന്നാ പറഞ്ഞ. ഒരു പണിയില്ല. പുള്ളിക്ക് ഇടുവാടാ. ചുമ്മാ ഇരുന്നാ മതി. ശരിക്കും 3 നേരം കൃത്യ ഫുഡ്. കൊള്ളാലോ. നല്ല ഫുഡിങ്സ് എന്നാ പറയണേ. ആയിരിക്കും. അവന്റെ ഒക്കെ ഒരു യോഗമേ. പിന്നെ നല്ല യോഗം. എയർപോർട്ടിൽ അവിടെ ജോബ്സ് എന്ന് പറഞ്ഞൊരു കൗണ്ടറുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. മെയിൻലി ചെറിയ ചെറിയ ജോലികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരുപക്ഷെ റോഡിൽ നിന്ന് ഐസ് മാറ്റുന്ന ജോലി മണിക്കൂറിൽ $20 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഈ പണികൾക്ക്. സോ യു ക്യാൻ മേക്ക് അപ് ടു 3 lakhs per month. അളിയ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, മിണ്ടാതിരിക്കണം കേട്ടോ. ക്ലാസ്സിൽ 2 to 3 days പോയാൽ മതി. മാക്രി എന്നെ കാണിക്കണേ. So now you'll be video conferencing with one of our company reps in Edmonton, Canada. So give me 1 minute, please. We will be speaking to Mr. Chaco. He holds a very high position in Edmonton. സുന്ദരനായി ഞാൻ. കോട്ട. മിണ്ടാതിരിക്കട. Can you hear me? Yeah, Hi. yeah, yeah. How Hi. are you, sir? Hi. Good morning, sir. Good morning. Sorry, ചെറിയൊരു interruption. Yes, tell me, how are you doing? Fine. Good. No. Actually, don't worry guys, I will arrange everything for you. അപ്പൊ ഓക്കെ, bye. See you guys. Bye. എടാ, ഇത് തന്നെയല്ലേ നീ എന്നോടും പറഞ്ഞത്? എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണോടാ, ഉളുപ്പ്. ശരിയാണല്ലോ. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? എടാ, ഈയിടെയായിട്ടേ സെലിൻ എന്നോട് എന്തോ ഒരു ഇതുണ്ടോ എന്നൊരു സംശയം. ലവ്വേ. അതെന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ കാര്യം?
അല്ല, അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങനെ തോന്നി. ഞാൻ പറയട്ടെ, നീ ഒരു ഹോട്ട് ചോക്ലേറ്റ് അതല്ലടോ, പിന്നെ സെലിനോട്. എങ്ങനെ? സെലിനോട് പറയട്ടെ. വേണ്ട, പറയണ്ട. അതെന്നാണ്? അവൾ എനിക്ക് ചേരുമെന്ന് തോന്നിയിട്ടില്ല. സെലിൻ, ഐ ലവ് യു. ഐ ലവ് യു. അല്ലേ നീ പറ, അതായിരിക്കും നല്ലത്. അവൾ ചിലപ്പം വേറെ ആരുടെങ്കിലും കൂടെ പോയാൽ. അത് വളരെ ശരി. സെലിൻ, എനിക്ക് സെലിനെ ഭയങ്കര ഇഷ്ടമായി. ഇത് വേണ്ട. സെലിൻ പോരുന്നു എൻ്റെ കൂടെ. ഇത് വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നീലരാവിൽ മഞ്ഞു പെയ്യും മകരമാറിൽ പെയ്തിറങ്ങി വന്ന ദേവതേ, കിഴക്കിൽ പൂത്തു നിൽക്കും പ്രേമതാര പൂക്കളെല്ലാം നിനക്കായി കണ്ണു ചിമ്മിയോ. മഞ്ഞിലലിയും രാനിറം നിൻ കൂന്തലഴിയും ഗന്ധമെന്നിൽ നിൻ കൊലുസിൻ കൊഞ്ചലെങ്ങും അരുവിയലകൾ നാണമാർന്നു പ്രേമരാഗം ചേർന്നു മൂളവേ. നിലാവിൽ നീലരാവിൽ മഞ്ഞു പെയ്യും മകരമാറിൽ പെയ്തിറങ്ങി വന്ന ദേവതേ, കിഴക്കിൽ പൂത്തു നിൽക്കും പ്രേമതാര പൂക്കളെല്ലാം നിനക്കായി കണ്ണു ചിമ്മിയോ. സെലിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആക്ച്വലി. പറഞ്ഞോ. അത് വന്നിട്ട് അത് ചാക്കോ, നിങ്ങളിവിടെ പോവാണോ? എടാ, എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ പറയാനൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ പറയാതിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞാനവളെ കൊണ്ടുപോകാൻ വന്നാടാ. ഡൗൺ ടൗണിലൊരു ടൗൺ ഹൗസ് എടുത്തിട്ടുണ്ട്, പോകാൻ വേണ്ടിയിട്ട് വന്നാ. വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഇറങ്ങാടാ. നീ വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് വാ. തേച്ചിട്ട് പോയല്ലേ? അവക്ക് ഇതിലും കൂടുതൽ എന്തോ വരാൻ വേണ്ടി ഇരുന്നതാ. നീ പേടിക്കണ്ടടാ, നിനക്ക് ഇതിലും നല്ലത് കിട്ടൂടാ. എന്തോടെ കഥ എഴുതുവാണോ? ഒരു ടാറ്റു ഡിസൈൻ ചെയ്യുക. ടാറ്റുവോ? നീയോ? കാനഡയിലൊക്കെ വന്നില്ലേ, ഒരു കറ്റനാകാനുള്ള ശ്രമമാണ്. കറ്റനോ? അല്ല പിന്നെ, നമ്മളായിട്ട് തന്നെ കുറയ്ക്കുന്നത്. നോക്കടാ, ഇതൊക്കെ ഈ മസിലിനങ്ങോട്ട് വീണാലുണ്ടല്ലോ. ഇതെന്താ ക്രിസ്മസ് സ്റ്റാറോ? ഇതാണോ നിന്റെ ഡിസൈനിങ്?
നോക്കട്ടെ, ഇതെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാനൊന്ന് കുളിക്കട്ടെ. ഓക്കെ. വല്ലാത്തൊരു ക്ഷീണം. നീ എവിടെ പോയതായിരുന്നു? ഞാനൊരു കോളിംഗ് കാർഡ് മേടിക്കാൻ പോയതാടാ. എന്നിട്ട് കിട്ടിയോ കോളിംഗ് കാർഡ്? കോളിംഗ് കാർഡ് കിട്ടി, അതല്ല പിന്നെ വരണ വഴിക്ക് ട്രാഫിക് ജാം ഫുള്ള്. ആ 66 സ്ട്രീറ്റ് മുഴുവൻ. ഇവിടെ അടുത്തുള്ള ഇവിടെ തൊട്ടടുത്ത്. വല്ല ആക്സിഡന്റ് ആയിരിക്കും ഇവിടെ. ആക്സിഡന്റ് ഒന്നുമല്ല, എന്തോ ഗ്യാങ് വാറോ ഗൺഷൂട്ടോ അങ്ങനെ എന്തോ നടന്നോണ്ടിരിക്കുന്നു. ഇതെന്തോടെ ഇതവന്റെ ടാറ്റു. ഇത് നോക്കി, വൈറ്റ് ഹൗസ് സിംബൽ. ഇതല്ലേടാ അവൻ വരച്ചു വെച്ചേക്കുന്നേ. ഇവൻ ഗ്യാങ്ങിച്ചോ? ഗ്യാങ്ങിലാ? എടാ പ്രേമേ, ഇതെന്താന്നാ പറഞ്ഞേ നീ? അത് കണ്ടാ അറിയത്തില്ല, ഒരു ടാറ്റു വന്നു. ടാറ്റു നീ ഗ്യാങ്ങിൽ ചേർന്നോ? ഇത് ഗ്യാങ് ടാറ്റു അല്ലേ? എനിക്കറിയാൻ വയ്യ, ഞാൻ ചുമ്മാ ഡിസൈൻ ചെയ്യുന്നത് മാത്രം. നീ അത് എവിടെയാ കണ്ടത്? നീ ഇത് കണ്ടത് എവിടെയാ? ഞാനിത് എവിടെയാ കണ്ടതൊന്നുമല്ല, ചുമ്മാ ഡിസൈൻ ചെയ്താ. ഇതാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഗ്യാങ്. ഇതാ അവരുടെ സിംബല്. പിന്നെ മൊട്ടയാ ഇതിന്റെ ലീഡർ. എടാ ഞാൻ ഒരു ദിവസമല്ലോ സൈക്കിളും എടുത്ത് പുറത്തു പോയപ്പോ എന്നാണ്ട് ഇന്ത്യക്കാര് നല്ല കിള്ളം വണ്ടി വേണ്ട. ഞാൻ ഇതിന്റെ സംഭവം അറിയാൻ വേണ്ടി അവിടെ നോക്കി. ഒരു വണ്ടി കറക്കിയൊക്കെ നിർത്തിയിട്ട് അതിനകത്ത് നല്ല സ്റ്റൈല് മൊട്ട ഇറങ്ങുന്നത്. എടാ അന്ന് ഇമാരെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ ഇമാരെ ആരാന്നറിയാൻ വേണ്ടി ഗൂഗിളൊക്കെ ചെയ്തു. ഇമാരെടുത്ത വലിയ ഡ്രഗ് ഡീലേഴ്സാടാ. എൻ്റെ പൊരടാ പോയി അന്നേരം സ്ഥലം കാലിയാക്കിയ. നീ പറ, നിനക്ക് ഈ ഗ്യാങ്ങുമായിട്ട് നിനക്ക് എന്താ ബന്ധം? പറ. എടാ എന്താ സംഭവം എന്ന് പറ, കളിക്കല്ലേ നീ ചുമ്മാ. എടാ ഈ നിനക്ക് കാശിനൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലടാ. ഇത് എന്റെ ബോസിന്റെ കൂട്ടുകാരൻ ഒരു മുട്ടയുണ്ടായിരുന്നു. എടാ ആ മുട്ടയുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്നത്. ഇത് ഗ്യാങ് ലീഡർ ആണോ? ആ എടാ ഈ സിംബൽ കണ്ടില്ലേ? ഈ ഗ്യാങ് ലീഡേഴ്സിനെല്ലാം ഈ സിംബൽ ഉണ്ടാവും. ഇത് അവരുടെ സിംബലാ, വൈറ്റ് ഹൗസ്. അവർ എന്റെ ഇടയ്ക്ക് സൂട്ട് കേസ് എന്നിട്ട് പറഞ്ഞു ഇന്നടുത്ത് കൊണ്ട് കൊടുക്കണമെന്ന്. സൂട്ട് കേസോ? എന്നിട്ട് നീ എന്താ നോക്കിയോ അതിനകത്ത്? ഡോക്യുമെന്റ്സ് എന്താ പറഞ്ഞേ? ജസ്റ്റ് കൊടുത്താൽ മതി, $500 തരാമെന്ന്. എടാ കോപ്പ നീ ചെക്ക് ചെയ്തോ? ഞാൻ നോക്കാൻ പറ്റുമോ? ബോസ് സാധനം. എടാ എന്നിട്ട് പെട്ടി എന്തിയേ? ഇതാ പെട്ടി. ഞാൻ തുറക്കുന്നീത് തന്നെ മാഗസീനോ? പിന്നെ പൊടിയ ഒരു പൗഡറല്ലേ? അയ്യോ ഇതെന്ത് പൊടിയാ? എന്നെ പൊടിയാണ്. സത്യം എനിക്ക് അറിയത്തില്ല. എന്നോട് പറഞ്ഞ ഡോക്യുമെന്റ്സ് ആണെന്നും ജസ്റ്റ് ഇന്നടുത്ത് കൊണ്ട് കൊടുക്കാനും പറഞ്ഞു. ഓരോ വള്ളിക്കെട്ട്. നീ പെട്ടു. തീരുമാനായി, കാര്യങ്ങൾക്ക് തീരുമാനായി. എടാ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റും? സമയം കളയണ്ട. എവിടെ കൊണ്ട് കളയുന്നു? എടാ അടുത്തുള്ള റിവറിൽ കൊണ്ട് കളഞ്ഞാലോ? അവിടെ ആരും ഉണ്ടാവത്തില്ല. എവിടെയാന്ന് എനിക്കറിയില്ല. എവിടെയാലും കൊണ്ടത് കളഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളോട് നോക്ക്, ആരും വരുന്നുണ്ടെന്ന്. ഞാൻ അപ്പുറം കൊണ്ട് കളഞ്ഞിട്ടില്ല. എടാ വേണ്ട, കളയില്ലേ. എടാ അതിലും വലിയ പ്രശ്നമാവും അത്. കുന്തം വിളിക്കുന്ന ഒരു ഐഡിയ പറയണം. ഒരു 2 മിനിറ്റ് ആടാ ആലോചിക്കട്ടെ. എനിക്ക് ആലോചിക്കാനൊന്നും നേരമില്ല. ഞാൻ പോലീസിനെ വിളിക്കാം. എടാ മണ്ടത്തരം കാണിക്കരുത്. ഞാൻ പോലീസിനെ വിളിക്കാൻ പോകും. പോലീസിനെ വിളിച്ചാൽ നമ്മളും പെടത്തില്ലേ? എടാ ഫോൺ തരാനല്ലേ പറഞ്ഞു. എടാ നമുക്ക് ആലോചിക്കാം. നമുക്ക് അച്ഛനെ വിളിച്ചാലോ? പുള്ളി ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അച്ഛനെ കുച്ചായനെ ആരോടെ വിളിച്ചോ, എനിക്കിതിന് സൊല്യൂഷൻ ഉണ്ടാവണം. എന്തൊരു കഷ്ടം. ഹലോ, അത് ഞങ്ങക്ക് നാളെ രാവിലെയോ? ഓക്കെ. പുള്ളി ഔട്ട് ഓഫ് ടൗണാ. പുള്ളി നാളെ രാവിലെ വിളിക്കാം. കടവും കടത്തിന് വേണ്ടി കടവും മേടിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ഈ പ്രായത്തിൽ പഠിക്കാൻ വന്നത് എനിക്ക് വേറെ ഉള്ളതുകൊണ്ടൊന്നുമല്ല. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ഈ പ്രായത്തിലെങ്കിലും. ഓരോന്നുണ്ടാക്കി വെച്ച് ഒരുത്തർ ഇരിക്കുന്നു. അതിന് ആരാ? എടാ കഥ തുറക്കണ്ട, പോലീസാണെങ്കിലോ? എന്ത് കണ്ടോണ്ടിരിക്കോടാ? ആ പെട്ടി എടുത്തോണ്ട് അകത്തോട്ട് പോവാൻ. ആ ചേട്ടാ മക്കളെ, നമുക്ക് വിളിക്കാൻ പോയാലോ? ഓ ഇന്നില്ല ചേട്ടാ. അതിനാ എന്നാ പറ്റി? ആ ഒരു മൂഡില്ല. എന്താ പറ്റിയ? ആകെ ഒരു പരിങ്ങല്. എന്തേലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്തോ പോലെ മുഖത്തൊക്കെ അല്ലേ? ഒന്നുമില്ലെന്നേ. എന്തേലും വല്ല ഓക്കെ ആണോ? ഞാൻ ഹാപ്പി തന്നെ. എന്നപ്പോ വരുന്നില്ല? ഇന്നില്ല ചേട്ടാ, മൂഡില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങിയേക്കുവാ. ശരി ശരി. എന്നാ
എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ നാളെ ഉണ്ടാക്കണം. ശേ, അച്ഛൻ ഇനിയിപ്പം നാളെ വരത്തുള്ളൂ. അതുവരെ ഇതെന്നെ ചെയ്യും. ഇന്ന് രാത്രി തൽക്കാലം ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല ഇവിടെ. നാളെ അച്ഛൻ നിന്റെ കയ്യിൽ വെക്കാവോ? എനിക്കിത് ഞാൻ വെച്ചോളാം. പിന്നെ ഇതെവിടെ പോയി കിടക്കുന്നു? പ്രേമേ എന്തുവാടാ വെളുപ്പിനെ? എടാ വൈറസിനെ കാണാനില്ല. വൈറസോ? ആ, അവരുടെ പെട്ടിയും കാണാനില്ല. എടാ നീ പെട്ടി നോക്കിക്കേ. പെട്ടിയില്ലെന്നേ. പെട്ടിയില്ലെന്നോ? എല്ലായിടത്തും നോക്കിയോ? ഞാനിവിടെ മുഴുവൻ നോക്കിയതാന്നേ. ഫോൺ വിളിച്ചും കിട്ടുന്നില്ല. ഞാൻ ഒന്നും കൂടെ വിളിച്ചു നോക്കട്ടെ. എന്നാ ഞാനൊന്ന് വിളിക്കാം. ഞാൻ വിളിച്ചു നോക്കട്ടെ. സ്വിച്ച്ഡ് ഓഫ്. ഇതൊരു മെസ്സേജ്, എൻ്റെ വൈറസിൻ്റെ മെസ്സേജ്. റിപ്പോർട്ടാ, എന്തുവാ? 3 മണിക്ക് വന്നോ? ഐ ഗോട്ട് കിഡ്നാപ്പ്ഡ് ബൈ. എൻ്റെ ബാക്കിയില്ലടാ. കിഡ്നാപ്പോ? ആ, ബാക്കിയില്ല. ഇനി ആ ഗ്യാങ് ഒരു തട്ടിക്കൊണ്ട് പോയാണോ? ഗ്യാങ്ങോ? നീ എന്നാ ഈ പറയണേ? അവനൊക്കെ ആര് കിഡ്നാപ്പ് ചെയ്യാനാണ്? എന്നാലും പെട്ടി കണ്ടേ? എനിക്കറിയാൻ വയ്യ, ഒരു പിടിയും കിട്ടുന്നില്ല. സെലിന്റെ മെസ്സേജ്. അതെന്തോ ഞാൻ അടുത്തത്. പെട്ടി ഞാൻ എടുക്കുന്നു, ക്ഷമിക്കണം. എനിക്ക് ക്യാഷിന് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ സ്യൂട്ട് കേസ് എടുക്കാൻ വന്നത് നമ്മുടെ സച്ചി കണ്ടു. അവനെ ഞാനും ചാക്കോയും താമസിച്ചിരുന്ന ടൗൺ ഹൗസിന്റെ ബേസ്മെന്റിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എന്നെയും അച്ചായനെയും അന്വേഷിക്കരുത്. This is my last card up my sleeve, Celine. You have to help me. But ചേട്ടായി, how can I betray them? ആർക്കാണ് സെലിൻ മാറ്റമില്ലാത്തത്? പ്രകൃതിയെ നോക്കൂ. ലാസ്റ്റ് വീക്ക് ഇറ്റ് വാസ് സമ്മർ. നൗ സീ, ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ് സെലിൻ. ഇതെനിക്ക് മാത്രം രക്ഷപ്പെടാനുള്ളതല്ല, നിനക്കൂടെ രക്ഷപ്പെടാനുള്ള ജാക്ക് പോട്ടാണ്. ചാക്കോ എന്നെ വിളിച്ചായിരുന്നു. അവൻ വഴി ഞാൻ അവരെ പരിചയപ്പെട്ട് ജോലി മേടിച്ചു കൊടുക്കും. പിള്ളേരല്ലേ, കാശിന് അത്യാവശ്യമൊക്കെ കാണും. ഡ്രഗ് ഡീലിങ്ങിൽ ഇടനിലക്കാരനായി ഞാൻ മടുത്തു. ഇതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണം. അവർ പോലും അറിയാതെ അവരെ ഞാൻ ഈ ഡീലിങ്ങിൽ ഇടനിലക്കാരാക്കും. ഈ ഡ്രഗ് അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അടിച്ചു മാറ്റി അത് വേറെ ഡീലേഴ്സിന് കൈമാറുന്നു. ഇതിനൊക്കെ പിന്നിൽ നമ്മൾ രണ്ടുപേരാണെന്ന് അവർ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ബോർഡർ കടന്നിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഡ്രഗ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ഗ്യാങ് അവരെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടോളും. മനുഷ്യനോട് ടെൻഷൻ ഇരിക്കുമ്പോൾ അവനൊരു ഓഞ്ഞ ചെയ്തി. എടാ, സെലിനും അച്ചാനും കൂടി പോയേക്കുന്നത് അരിപ്പൊടി നിറച്ച പെട്ടിയും കൊണ്ടാണ്. ഇന്നലെ രാത്രി ഞാൻ ഞെട്ടി എണീച്ച്. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ആ ഡ്രഗെല്ലാം എടുത്ത് ബാത്റൂമിൽ കളഞ്ഞിട്ട് അതിനകത്ത് അരിപ്പൊടി നിറച്ച് വെച്ചു. ആർ യു റിലാക്സ്ഡ്? ഓക്കെ. അപ്പം വേറെ പ്രശ്നമുണ്ട്. ഞാനല്ലേ പെട്ടി വാങ്ങിച്ചിട്ട് വന്നേ. അപ്പം അതുകൊണ്ട് തന്നെ അറിയാലോ. ഓ, നീ ചുമ്മാ പോട്ടം കളിക്കാതെ. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? അത് തിരിച്ചെടുക്കാൻ പോകണ്ട. അത് നിന്റെ പ്രശ്നം, എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ. എടാ പ്ലീസ്, ഒരു ഐഡിയ പറഞ്ഞതാ. ഇപ്പം മുട്ടയാണോ നിന്റെ പ്രശ്നം? ആ, അതിൻ്റെ ഉത്തരം ഈ ന്യൂസ് വായിച്ചു നോക്ക്. വൈറ്റ് ഹൗസ് ഗ്യാങ് ലീഡർ കിൽഡ് ഇൻ എ ഷൂട്ട് ഔട്ട്. ഓ, ഇത് മുട്ടയല്ലേ? അതേടാ, അവൻ തീർന്ന്. ഹലോ, വൈറസോ? നീ ഏത് നമ്പറാ? ഒരു മിനിറ്റ്. വൈറസ്. എടാ, ഇത് സബ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത് ഞാന്. എടാ, അച്ചായനും സെല്ലിനും നമ്മൾ വിചാരിച്ച പോലെ അല്ല. എടാ, അവരെന്നെ കിഡ്നാപ്പ് ചെയ്തു. നിന്നെ തട്ടിക്കൊണ്ടുപോയിരുന്നു. എടാ സത്യമാടാ, അവരെന്നെ തട്ടിക്കൊണ്ടുപോയി. ചുമ്മാ തമാശ പറ. കേറി വാടക ഇറക്കാം ഇങ്ങോട്ട്. അവർ തട്ടിക്കൊണ്ടു. നീ വാ നമുക്ക് സംസാരിക്കാം. എടാ, എനിക്കൊരു കോള് വരുന്നു, ഞാൻ പോരാ. ഓക്കെ. ഹലോ, താങ്ക്സ് മാൻ, താങ്ക്സ് ഫോർ എവറിത്തിങ്.
ഹലോ, ഹൗ ആർ യു ഗൈസ്? ജേണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ, വെൽക്കം ടു കാനഡ. ഹലോ സാറേ, ഓർമ്മയുണ്ടോ? യാ, ഐ നോ. സാറേ, ഞാൻ ഈ പൂ എന്നാ ചെയ്യണ്ടേ? ആഹാ, അടിപൊളി. ഒരു പൂ എന്തിനാന്ന് പോലും അറിയാത്ത നീയൊക്കെ എങ്ങനെ ഇവിടെ രക്ഷപ്പെടുവാടാ?